ആരെ? ഒരു ജെന്റിൽമാൻ. ആരാണ് അയാൾ? ഞാൻ പറയാം, മിക്കപ്പോഴും ഒരു ബാഗി സ്റ്റൈല് അല്ലെങ്കിൽ അങ്ങനെ ഒരു 100 കളേഴ്സ് ഉള്ള അങ്ങനത്തെ പാട്ടാണ്. അതെ, അതേതാണ്? ഗംഗയിലുണ്ട്, യമുനയിലില്ല. വെൽക്കം സാരംഗൂട്ടൻ ഓൺ സ്റ്റേജ്. കറക്റ്റ് പറഞ്ഞ പോലെ തന്നെ വന്നു നീ. ഞങ്ങളൊക്കെ ഇതെന്താടാ സാരംഗ, വലിയൊരു ചേട്ടനെ പോലെ ആയല്ലോ നീ. അല്ല, ഇന്ന് ഈ പാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടും കൂടെ ഒരു റാമ്പ് വാക്ക് മുണ്ടിട്ട്. അതെ അതെ. എന്താണ് ഇന്നത്തെ വിശേഷം? മുണ്ടെടുത്തെന്ന് വെച്ചാൽ ഇന്ന് പാട്ടിന്റെ ഏത് പാട്ടിന്റെ? ചന്ദ്രകിരണത്തിൽ മെലഡി റൗണ്ട് അല്ലേ? ഇത് RK ദാമോദരൻ ചേട്ടനാണ് എഴുതിയിരിക്കുന്നത്. അതെ, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളും അദ്ദേഹത്തിൻ്റെ ഭക്തിഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമാ പാട്ടുകളും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. എൻ്റെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓ മനേ ഉണ്ണി നിന്നെ ഓർത്തിരിപ്പു ഓരമ്മ. ആ പാട്ട് അദ്ദേഹം എഴുതിയതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരുപാട് സോങ്സ് ഉണ്ട്. സുഖം ഒരു ഗ്രീഷ്മമിറങ്ങിയ ഭൂവിൽ നിഴൽ മാത്രം മനം അതു തേടി നടന്നൊരു ഭ്രാന്തൻ പ്രതിഭാസം. സുഖം ഒരു ഗ്രീഷ്മമിറങ്ങിയ ഭൂവിൽ നിഴൽ മാത്രം. ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ്. അതുപോലെ തന്നെ രവിവർമ്മ ചിത്രത്തിന്റെ പ്രതിഭാവമേ രഞ്ജിനി രാഗത്തിൻ രോമാഞ്ചമേ. രവിവർമ്മ ചിത്രത്തിന്റെ പ്രതിഭാവമേ. അങ്ങനെയുള്ള ദാമോദരൻ ചേട്ടനാണ് ഈ പാട്ടും എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മ്യൂസിക് ദ ഗ്രേറ്റ് ലെജൻഡ് MK അർജുനൻ സാറാണ്. ഇത് പാടിയിരിക്കുന്നത് യേശുദാസ് സാറാണ്. ഇത് കമൽ സാറിന്റെ ആദ്യത്തെ സിനിമയാണ്. അത് അദ്ദേഹം ഡയറക്ട് ചെയ്ത ആദ്യത്തെ സിനിമയാണ് മിഴിനീർ പൂവുകൾ. അപ്പോൾ കമൽ സാറിനും ഒരു വലിയൊരു നമസ്കാരം. അപ്പോൾ സാരംകൂട്ടനും വലിയൊരു നമസ്കാരം. നമസ്കാരം സർ. നന്നായിട്ട് പാടിയാട്ടെ. ഓക്കേ ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. ചന്ദ്രകിരണത്തിൽ ചന്ദനമുണ്ണും ചകോര യുവമിഥുനങ്ങൾ. ചന്ദ്രകിരണത്തിൽ ചന്ദനമുണ്ണും ചകോര യുവമിഥുനങ്ങൾ. അവയുടെ മൗനത്തിൽ അനുപമ സ്നേഹത്തിൻ അർത്ഥങ്ങൾ അന്തരാർത്ഥങ്ങൾ. ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും ചകോര യുവമിഥുനങ്ങൾ. ചിലച്ചും
അർത്ഥങ്ങളെ അനുകരിക്കാം, ആ നിമിഷങ്ങളെ ആസ്വദിക്കാം. ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ടും ചകോര യുവമിഥുനങ്ങൾ. മതിച്ചും കൊതിച്ചും മതിച്ചും പരസ്പരം കൊതിച്ചും നെഞ്ചിൽ മധുവിധു നൽകും മന്ത്രങ്ങൾ കുറിച്ചും ഇണയുടെ മാധുര്യം പകർന്നും കൊണ്ടവർ ഈണത്തിൽ താളത്തിലിണങ്ങും, ഈണത്തിൽ താളത്തിലിണങ്ങും. ആ മിഥുനങ്ങളെ അനുഗമിക്കാം, ആ നിമിഷങ്ങളെ ആസ്വദിക്കാം. ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ടും ചകോര യുവമിഥുനങ്ങൾ. അവയുടെ മൗനത്തിൽ കൂടണയും അനുപമ സ്നേഹത്തിൻ അർത്ഥങ്ങൾ, അന്തരാർത്ഥങ്ങൾ. ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ടും ചകോര യുവമിഥുനങ്ങൾ. സൂപ്പർ സൂപ്പർ, വെരി ഗുഡ് വെരി ഗുഡ്. കലക്കി കലക്കി. സാരംകുട്ടാ, എന്താ സാർ? നീയാടാ പാട്ടുകാരൻ. അയ്യോ, അവന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. എനിക്ക് തോന്നി. എന്തോര സംഗീതാണ്. അയ്യോ, പറഞ്ഞാൽ നമുക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട ഒരു രീതിയിലാണ് അവനിൽ നിറച്ചിരിക്കുന്ന ടാലന്റ്. അത് ഇങ്ങനെ ബ്ലൂമിയാണ്, ഉള്ളിൽ നിന്ന് ഇങ്ങനെ തുളുമ്പ തിരകൾ 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 തിരകളായി ഇങ്ങനെ പടർന്ന് പടർന്ന് ഒരു വലിയ കടലാവാണ് അവൻ പാടുമ്പോഴത്തേക്കും. ചിലപ്പോ അവൻ പോലും അറിയുന്നുണ്ടാവില്ല എങ്ങനെയാണ് ഇതൊക്കെ എന്നുള്ളത്. അതെ അതെ, അവിടെയാണ് അവൻ പാട്ടുകാരനാകുന്നത്. മാത്രമല്ല ഈ രാഗഭാവം, രാഗഛായ, ആ ഛായ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ഈ പാട്ട് അവിടെ തന്നെ വീഴും. മാത്രമല്ല ഇതിന് നല്ലൊരു അടിത്തറ വേണം, നല്ലൊരു ബേസ് വേണം. ഈ പാട്ട് പാടണമെങ്കിൽ ചുമ്മാ പാടി ഫലിപ്പിക്കാൻ പറ്റില്ല. പിന്നെ അത് മനസ്സിലാക്കണം. അതെ അതെ, മനസ്സിലാക്കി ആ രീതിയിൽ ശ്രദ്ധയോടെ അത് അവതരിപ്പിക്കണം. അതെ, അതവൻ ചെയ്യുന്നുണ്ട്. ഇതിൽ പാളി പോവാവുന്ന പല സ്ഥലങ്ങളുണ്ടായിരുന്നു. അതെ അതെ, അതൊക്കെ കറക്റ്റ് ആയിട്ട് വന്നു. മ്യൂസിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ അത് അൾട്ടിമേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ആ ടാലന്റിൽ നിന്ന് വരുന്ന ഒരു വലിയ, ഞാനെപ്പോഴും പറയും ടാലന്റ് ഒരു വലിയ പ്രകാശമാണെന്ന്. തീർച്ചയായിട്ടും. അതെ, അപ്പൊ ഇവന്റെ പ്രകാശം നമുക്ക് ഇവിടെ അത്രയും ലോകം മുഴുവൻ പരക്കട്ടെ. അതാണ് ഇത് കാണുന്നവർക്ക് അത് അത്ഭുതം തോന്നുന്നില്ലേ? നമ്മുടെ മകനെ കുറിച്ച് 100 നിറങ്ങൾ പകർത്താൻ കഴിയുന്ന വലിയൊരു പാട്ടുകാരനായിട്ട് മാറട്ടെ നമ്മുടെ കുഞ്ഞ്. യെസ്, ഒത്തിരി ഇഷ്ടം. പണ്ട് ഞാൻ രവീന്ദ്ര മാസ്റ്ററിനെ ഇന്റർവ്യൂ ഒരിക്കൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു മധുവിനടുത്ത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ശ്രീലതികകളും അതുപോലെ കുടജാദ്രിയിൽ ഇതൊക്കെ രേവതിയിൽ ചെയ്യാനായിട്ടുള്ള കാരണം ബാലമുരളി സാറാണ്. ബാലമുരളി സാറാണ് ഈ രേവതി എന്ന് പറഞ്ഞ രാഗത്തിനെ ജനകീയമാകുന്നത് ശരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പല്ലവി ഉണ്ട്, ഭയങ്കര രസകരമാണ്. മഹേശ്വരി കാവുമാ ഉമാ
മാതങ്കി മരകതാംഗി മഹേശ്വരി കാവുമാ ഉമാ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതാണ് അദ്ദേഹം അത് രാഗം താനം പല്ലവിയായിട്ട് അദ്ദേഹം പാടിക്കൊണ്ടിരുന്നത്. അതെ, അതെ. ഇത് കേട്ടിട്ടാണ് രവീന്ദ്രൻ മാസ്റ്ററിന് ആ രാഗത്തോട് വല്ലാത്ത ഇഷ്ടം വരികയും കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. മധു, ശ്രീലത കേളൊന്ന് പാടിത്തരുമോ? ഓക്കെ. ഓ ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാക്കിളി മകളെ കുളിർമൊഴിയേ അരിയൊരിയൂ ഞാനതിരുന്നാടു കനകലിപികളിൽ എഴുതിയ കവിതകളും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാക്കിളി മകളെ കുളിർമൊഴിയേ അരിയൊരിയൂ കനകലിപികളിൽ എഴുതിയ കവിതകളും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. സബാഷ്. ഹായ്. ഇത് പറയുമ്പോഴത്തേക്ക് ഞാൻ പാടിയതാണ് സബാഷ്, അങ്ങനെയല്ല. നമ്മുടെ മധു പാടിയത്, ഞാൻ കൂട്ടപ്പാട്ടുകാരൻ മാത്രം. എന്റെ ദൈവമേ. പക്ഷെ മധു പാടിയത് സൂപ്പറാണ്. അതുപോലെ വരും, ഇതുക്കും മേലെ അങ്ങനെ വരണം. അതെ, അതാണ് നമ്മുടെ ആഗ്രഹം. കേട്ടോ സാരംകുട്ടാ? മധു സാരംകുട്ടാ, എന്താ സാർ? കാലക്കി. താങ്ക് യു സാർ. ഇത് നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ബേസ് ഇല്ലാതെ ഈ പാട്ട് പാടാൻ പറ്റില്ല. അതായത് ഒരു അടിത്തറ. ഇത് കറക്റ്റായിട്ട് അത് അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് ദാസേട്ടൻ എങ്ങനെ പാടിയിരിക്കുന്നോ അതുപോലെ തന്നെ പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. ഒന്നും പറയാനില്ല, നേരത്തെ പറഞ്ഞ പോലെ നീ തന്നെ ഗായകൻ. സാരംകുട്ടാ, ഈ ക്ലാസിക്കൽ ഒരു അടിത്തറ വേണമെന്ന് പറഞ്ഞല്ലോ, അതിന്റെ മേളില് ബിൽഡ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, മൈക്ക് ഹാൻഡ്ലിംഗ്. നമ്മള് ക്ലാസിക്കൽ പാടാൻ ഇരിക്കുമ്പോ ഈ ചമ്രം പടിഞ്ഞ് ഇരുന്നിട്ടേ അങ്ങനെ പാടിയിട്ട് നമുക്ക് ഈ അപ്പർ ബോഡി മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ. പക്ഷെ നിന്നിട്ട് പാടുമ്പം അങ്ങനെയല്ല കഥ. ആകെ മാറും, നമ്മുടെ ബോഡീന്റെ ഫിസിക് ആകെ മാറും, സ്ട്രക്ചർ പോസ്ചർ ആകെ മാറുമ്പോഴേ മൈക്ക് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഞാൻ ഇന്ന് നോട്ടീസ് ചെയ്തത് സാരംകുട്ടൻ മൈക്ക് ഹാൻഡിൽ ചെയ്യുന്നതാ. ആ ഹയർ പോർഷൻസ് വരുമ്പോഴത്തേക്ക് മൈക്ക് നല്ല രസത്തിൽ അത് ദൂരേക്ക് മാറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാരംകുട്ടൻ പഠിച്ചു. ഇതൊക്കെ എങ്ങനെ പഠിച്ചു? യെസ്, തന്നെ പഠിച്ചാണോ? അതെ. മിടുക്ക കേട്ടോ. താങ്ക് യു. ഒന്നും പറയാനില്ല, എല്ലാ ഭാഗവും അത്ര രസത്തിൽ പാടിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. അപ്പോ ഇവനാണ് പാട്ടുകാരൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ പാട്ടുകാരന് നമുക്ക് കൊടുക്കാൻ പോകുന്നത് it is going to be 100 out of 100. ഒരു മധുരമഴ. വീഴുന്നതിന് മുന്നേ നീ എടുക്കാൻ പോയോ? തലേ വീണേനെ. അതെ, എടുത്തോ. 10. അവൻ ഡീസന്റ് ആയതുകൊണ്ട് എണ്ണൊന്നും വേണ്ടാന്ന് മീനൂട്ടെ കഴിഞ്ഞു. കണ്ടോ? മതി, കണ്ടോ? കണ്ടോ? എണ്ണൊന്നും വേണ്ട. മഴ എടുക്കണോന്നുള്ളൊരു ഇത് കൊണ്ട് മാത്രം എടുത്തതാ. ഓ അങ്ങനെ. ഓ ആണോ? അല്ലെങ്കിൽ ഇത് വലിയ ഇഷ്ടമൊന്നും അല്ല. ഇഷ്ടമില്ല. പിന്നെ എന്ത് ചെയ്യാനാ, നീ ഇടയ്ക്കിടയ്ക്ക് പാടി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഇത്. സാരംകുട്ടനാണ് ഇന്നത്തെ നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ. വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ സാരംകുട്ടന്, അതിനാണ് വില്ലി വൈറ്റ് കേട്ടോ. താങ്ക് യു അങ്കിൾ.